തൊട്ടിട്ടില്ലാത്ത ദൈവകൃപയുടെ വ്യാപാരം കുഞ്ഞിന്റെ ശിരസിന്മേൽ വ്യാപരിക്കട്ടെ. നിന്റെ നാമം ചൊല്ലി ഞങ്ങളെ അനുഗ്രഹിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. സ്വർഗമഹിമകളെ വെടിഞ്ഞ് മറിയുടെ ഉദരത്തിൽ ഉരുത്തിരിഞ്ഞ് ഈ ഭൂമിയിലേക്ക് തിരുവവതാരം ചെയ്തവരും 30-ാമത്തെ വയസ്സിൽ ഇങ്ങനെ സകല രീതിയിൽ നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമെന്ന് പറഞ്ഞുകൊണ്ട് യോഹന്നാന്റെ കീഴിൽ നിമജ്ജന സ്നാനം സ്വീകരിച്ചവരും 3.5 വർഷക്കാലം രോഗികളെ സൗഖ്യമാക്കി മരിച്ചവരെ ഉയർപ്പിച്ച് അത്ഭുതങ്ങൾ ചെയ്ത് നാടകം സഞ്ചരിച്ചവരും 33 തിരുവയസ്സിൽ നമ്മുടെ പാപശാപകാരുഷ്യങ്ങളുടെ പരിഹാരത്തിനായി കാൽവറിയിൽ കള്ളന്മാരുടെ മധ്യത്തിൽ നമുക്ക് വേണ്ടി പരമബലിയായി തീർന്നവരും കല്ലറയിൽ അടക്കപ്പെട്ടിട്ടും കല്ലറയെ ഭേദിച്ചുകൊണ്ട് 3-ാം നാൾ ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റവരും ആണിപ്പാടേക്ക് കരങ്ങൾ ഉയർത്തി വത്സര ശിഷ്യന്മാരെ ആശീർവദിച്ച് അവർക്കാണ് സ്വർഗാരോഹണം ചെയ്തവരും ഇന്ന് വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ മധ്യസ്ഥത അണയ്ക്കുന്നവരും ഇനി എത്രയും വേഗം തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ ആകാശമേഘങ്ങളിൽ മടങ്ങി വരുവാൻ തുടങ്ങുന്ന നസ്രയനായ യേശു രക്ഷിതാവും കർത്താവുമെന്ന് സഹോദരി വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നവരെ സ്നാനമേൽപ്പിക്കണമെന്നുള്ള കർത്താവിന്റെ കൽപ്പന അനുസരിച്ചു നിന്റെ സാക്ഷ്യവാചകം എന്ന മുദ്രയിന്മേലും ഞാൻ നിന്നെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ സ്നാനക്കുളത്തിൽ മാമോദീസ കഴിപ്പിക്കുന്നു. അന്ത്യത്തോളം വിശ്വസ്തയായിരിക്കാം, എന്നാൽ നീയും ജീവകിരീടം പ്രാപിക്കും. പാനം ചെയ്യുവാൻ കഷ്ടതയിൽ